ഹായ്, അപ്പോൾ എന്താണ് നമ്മൾ ഓണം സെലിബ്രേഷനിലേക്കുള്ള പൂ മേടിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഫറോക്കിലേക്ക്. സാറിനെ ഏൽപ്പിച്ചായിരുന്നു. അപ്പോൾ സാറിന് ചെറിയൊരു തിരക്കുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ച് പോകാം. വാടാമല്ലിയൊക്കെ ഞങ്ങൾ ഇന്നലെ വാങ്ങി പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഫ്ലവേഴ്സാണ് വാങ്ങേണ്ടത്. അപ്പോൾ നാളായിട്ട് ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് ഞാൻ ലാബിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ഗൈസ്. മാത്രമല്ല നമ്മളെ കാറ്ററിംഗുകാർ ഫുഡായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ സദ്യ എത്തിയതിന് ശേഷമാണ് പൂക്കളിടാൻ പോണേ. ഒരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ. നിങ്ങൾ സദ്യയൊക്കെ എടുത്ത് ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചിട്ട് ഇനി പൂക്കളിടാൻ പോകട്ടോ. ഇന്ന് ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട്. വേറെ ആരുമല്ല, അതേ ഇരിക്കുന്ന ഇതാണ് നമ്മളെ ഗസ്റ്റ്. സാറിൻ്റെ മോളാണ് ഐറ. ആൾ സ്കൂളിലെ ഓണപരിപാടിയൊക്കെ വേണ്ടാന്ന്, പൂക്കള മത്സരമാണ്, അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങളെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നാട്ടോ. വേറെ ആളും കൂടി ഉണ്ട്. വേറെ ആരുമല്ല, നമ്മളെ സുംഷ ചേച്ചി ഓണം സെലിബ്രേഷനല്ലേ വരാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ വലിഞ്ഞു കയറി വന്നാട്ടോ. സാരി എടുത്ത് വരാൻ പറഞ്ഞിട്ട് ഈ പന്ന ചുരിദാർ ഇട്ടിട്ടാട്ടോ വന്നത്. പെട്ടെന്ന് തീർത്തിട്ട് അടുത്ത പണി തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ പെട്ടെന്ന് പൂ പിച്ചിടുകയാണ്. ബ്ലേഡ് വെച്ചൊന്ന് അരിഞ്ഞന്ന് തീരില്ല എന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ പറ്റുന്ന മാതിരിയൊക്കെ പിച്ചിടുന്നുണ്ടോ. അപ്പോൾ ഡിസൈനൊക്കെ നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ചാണല്ലോ. പക്ഷേ അതിലൊന്നും ഇടാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. നമ്മൾ അന്നൊക്കെ ചതിച്ചു ഗേസ്. നമുക്ക് നല്ല മാവിൻ്റെ ഇലൊക്കെ അരിഞ്ഞ് പൊടിച്ചൊന്ന് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാണ്. ഓളൊരു പിണ്ണാക്കും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാ പൂക്കൾ വെച്ചിട്ട് വേണം പൂക്കളം ഫില്ല് ചെയ്യാൻ. പൂക്കളൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ കളറൊക്കെ കുറവാണ്. നമ്മൾ ഗ്രീന് വേണ്ടിയിട്ട് ഒന്ന് സ്പേസ് ഇട്ടിഞ്ഞ് ഇന്നലെ എല്ലാം സെറ്റാക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ അതേ ഇരിക്കുന്നു. ചിരി എന്താ അല്ലേ ചിരി. പൂക്കളൊക്കെ കൊളാക്കിയിട്ട് പിന്നെ നമുക്ക് പറ്റുന്ന മാതിരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടുന്നുണ്ട്. ഈ ഒരു ഗ്രീൻ ഇടുന്നതിൻ്റെ പോർഷനിലാണ് ഇപ്പോൾ നമ്മൾ റോസ് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. കുഴപ്പമില്ല, പക്ഷേ ആ ഗ്രീനിൻ്റെ അത്ര അങ്ങോട്ട് ലുക്കായിട്ടില്ല കേട്ടോ. നമ്മൾ ഇന്നലെ എല്ലാം സെറ്റാക്കിയതാണ്. ഇപ്പോൾ തൽക്കാലം ഇനിയിപ്പോൾ ഇത് വെച്ചിട്ടാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ. പൂക്കളത്തിൻ്റെ കളർ കോമ്പിനേഷൻ ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്രീൻ ഇട്ടിൻ്റെ അടുത്ത് റെഡ് ഇട്ടിട്ട് ആ കലമ്പായിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മളെ ഫൈനൽ ലുക്ക്. പൂക്കളിട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ കളക്ഷൻ ബോയ് വന്നത്. അപ്പോൾ ആളെ പിടിച്ചിട്ട് ക്യാമറമാനാക്കി ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഫോട്ടോഷൂട്ട് തുടങ്ങിയ പിന്നെ സമയം പോകുന്നത് അറിയില്ലല്ലോ. അപ്പോൾ 2 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇലയൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടിരിക്കുക കേട്ടോ. ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ നിലത്ത് ഇങ്ങനെ പേപ്പർ ടൈൽ ഇല ഇട്ടിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ 6 ആളാണുള്ളത്. പിന്നെ സാറും വൈഫും മോളും, അങ്ങനെ 9 ആളിട്ട് 9 ആൾക്കുള്ള ഇലക്കിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്താ നമ്മൾ സദ്യ റെഡി ആയിട്ടോ. എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായത് കൂട്ടുകറിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് സാറ്, ഇത് വൈഫ്. അപ്പോൾ ഇതാ ബാക്കി ഇത് എല്ലാവരും നിങ്ങൾക്ക് അറിയാൻ മതിയാവുമല്ലോ. അനക, സുംഷ, നമ്മളെ ഫാത്തിമ, ഖദീജൻ്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ എടുത്ത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞാനിപ്പോഴും തുടങ്ങിയിട്ടില്ല കേസ്. അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പൂക്കളത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടോ. ഇനി നമ്മൾ പരിപാടികൾ തുടങ്ങുകയാണ് കേസ്. കുറച്ചുകൂടെ ഹൈറ്റിൽ പറ്റും. ഹൈറ്റിലൊട്ടിച്ച് അനക്കൊക്കെ എത്തില്ല എന്ന് പറഞ്ഞ അനക അടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളത് ഫസ്റ്റ് മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്, സുംഷ. അത് നിങ്ങളൊന്നും നിങ്ങൾ കറങ്ങാലോ, അത് കറങ്ങൂല. എടി അനക്ക് മെല്ലെ പെട്ടടി കാണുന്നുണ്ടോടാ. ഇവിടെ ചുമര് കിട്ടുമോ? സുന്ദരി ഞാനാ, എനിക്കറിയാം.
സത്യസന്ധമായിരിക്കണം. നേരെ നേരെ റൈറ്റിലേക്ക് റൈറ്റ് പോയ സ്ഥലത്ത് ഇഞ്ച് നോക്കിപ്പോ അമ്മ കുറച്ച് കട്ടി തൊട്ടോ അവിടെ ഒരു പുള്ളി നേരെ പോക്കോ നേരെ ഞാൻ തൊട്ട് എന്നിട്ടാണ് എനക്ക് അനക്ക് മറ്റേ കൈ എടുത്ത് മാറ്റി ഒരു കൈ കൊണ്ടോട് ഒരു കൈ കൊണ്ടോട് ആ കണ്ണെന്തൊക്കെ പറ്റി ആ പോട്ടെ റൈറ്റ് ചെറുതായതുകൊണ്ട് അവളത് ഓടിപ്പോയത് മോളെ പ്രൈസ് പൊളിക്ക് പൊളിക്ക് ഫസ്റ്റ് സാരം വിളിക്ക് കൊടുക്കതേ ആയി പൊക്കി കാണിക്കും പഴം പൊക്കി കാണിച്ച പോലെ പൊട്ടിയിടൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ ബൈ ബൈ.